ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നടാ പഠിച്ചത്? സ്വരാക്ഷരങ്ങളിൽ ആ തൊട്ട് ഐ വരെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പാർട്ട് 4 ആണ് കേട്ടോ. ഒറ്റയടിക്ക് നമുക്ക് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. കൂട്ടുകാർക്ക് പഠിക്കാനും പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഐ തൊട്ട് ബാക്കി പഠിച്ചാലോ? റെഡിയാണോ? ബുക്കും പെൻസിലും ഒക്കെ എടുത്ത് വെച്ചോ? ഞാൻ പറയുമ്പോൾ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ സ്വരാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരം ഏതായിരുന്നു? ആ, ആ, ഇ, ഈ, ഉ, ഊ, എറു, എ, ഐ. ഐ വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അടുത്ത അക്ഷരം ഓയാണ്. നമുക്ക് എഴുതി നോക്കിയാലോ? ഓ എഴുതുന്നത് ആദ്യം ഒരു വട്ടപൂജ്യം പോലെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തണം. മനസ്സിലായോ? ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ 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 കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഉള്ളിലേക്ക് രണ്ട് ഇതിടണം. ദാ എഴുതില്ലേ? ദാ എഴുതുന്നതിൻ്റെ ഉള്ളിലൊരു ചുറ്റിക്കെട്ടിട്ടത്, അത്രേ ഉള്ളൂ. എന്തക്ഷരാണിത്? ഓ. പറഞ്ഞേ, ഓ. നോക്കിയിരിക്കേ. ഇങ്ങനെ കൊണ്ടുവന്ന് ഓ. എന്തക്ഷരാണിത്? ഓ. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? എഴുതാൻ പറ്റുമോ എൻ്റെ ഒപ്പം? ബുക്കും പെൻസിലും ഒക്കെ എടുക്കാവോ? ഒന്നുകൂടെ നോക്കാട്ടാ. ഓ എഴുതാൻ ഭയങ്കര സിമ്പിളാടാ. ഇങ്ങനെ കൊണ്ടുവന്ന് എന്തക്ഷരാണിത്? ഓ. ഒന്നുകൂടെ കാണിച്ചു തരാവേ. ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കിയേ, എന്താണ്? ഓ. പറ്റുമോ എഴുതാനായിട്ട്? രണ്ടെണ്ണം കൂടെ എഴുതി കാണിച്ചു തരാലോ. ഇങ്ങനെ കൊണ്ടുവന്ന് ഓ. ഇനി അടുത്ത അക്ഷരം എഴുതാനായിട്ട് ഇതിൽ സിമ്പിൾ ആട്ടോ. ഓ. ഓയ്ക്ക് ദീർഘം ഇട്ടാൽ മാത്രം മതി. നോക്കിയേ, ഇങ്ങനെ ഒരു ദീർഘം ഇട്ടാൽ മാത്രം മതി. അടുത്ത അക്ഷരം ആയിട്ടുണ്ട്. ഓ. നോക്കിക്കോട്ടാ. ഓ, 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 ഓ. എന്താ പറയാ? ഓ. ഇത് വെച്ചിട്ടുള്ള വാക്കുകൾ എന്തൊക്കെയാണെന്ന് അറിയോ കൂട്ടുകാർക്ക്? ഓന്ത്, ഓല, അതൊക്കെ എഴുതാനായിട്ട് നമ്മൾ കൂടുതൽ ഇതാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഓ. അടുത്ത വാക്കറിയോ? അടുത്ത അക്ഷരം ഏതാണെന്നറിയോ കൂട്ടുകാർക്ക്? നമ്മൾ എവിടം വരെയാ പഠിച്ചു നിർത്തിയത്? ആ, ആ. ഇതെന്താ ഇത്? ശരിക്കും സ്വരാക്ഷരങ്ങളാണ്. ആ, ആ, ഇ, ഈ, ഉ, ഊ, എറു, എ, ഐ, ഓ, ഓ. അവിടം വരെയാണ് നമ്മൾ പഠിച്ചത്. അടുത്ത അക്ഷരം എന്താണ്? ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് എഴുതാനായിട്ട്. ഓ, ഔ. ഔവാണ്. നോക്കിയേ, നമ്മൾ ഈ ഈയുടെയും ഊവിൻ്റെയും കൂട്ടത്തിലിടുന്ന ഈ കുനിപ്പുണ്ടല്ലോ, അത് സെയിം ഇത് ഓയുടെ കൂട്ടത്തിൽ ഇടുന്നതാണ്. മനസ്സിലായോ കൂട്ടുകാർക്ക്? ഈ ഈയുടെയും ഊവിൻ്റെയും കൂട്ടത്തിലിടുന്ന കുനിപ്പുണ്ടല്ലോ, അത് നമ്മൾ ഈ ഓയുടെ കൂട്ടത്തിൽ ഇടുമ്പോഴത്തേക്കും എന്ത് വരും? ഔ. നമ്മൾ ഈ ദീർഘം ഉണ്ടല്ലോടാ, ദീർഘം തൂത്തിട്ട് ഈ ദീർഘം തൂത്തിട്ട് നമുക്ക് ഈ ഔ ഉണ്ടല്ലോ, ഈ കുനിപ്പ്, അതിങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നോക്കിയേ, അത്രേ ഉള്ളൂ. ഇത് എന്തക്ഷരാണിത്? ഔ. ഇതിന്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാട്ടാ. നോക്കിക്കോട്ടാ. ഔ, 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 ഔ. ഔഷധം. ഔഷധം എന്ന് എഴുതൂലേ? അപ്പൊ ഈ വാക്കാണ് നമുക്ക് വേണ്ടത്. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയല്ലേ? ഈ ഒരു അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണം നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഓയുടെ കൂട്ടത്തിൽ ദീർഘം ഇടുമ്പോ ഓ. ഇങ്ങനത്തെ കുനിപ്പിടുമ്പോ എന്താ വായിക്കുക? ഓ, ഔ. ഒന്നുകൂടെ പറയട്ടെ. ആ, ആ, ഇ, ഈ, ഉ, ഊ,
ഇറു, എ, ഐ, ഓ, ഔ. അത്രയും നമ്മൾ പഠിച്ചല്ലേ? അമ്മ എഴുതിയാലോ നമുക്ക്? ഇവിടെ നോക്കിയിരുന്നോ കേട്ടോ. ഈ ആ ഇങ്ങനെ തന്നെ എടുത്ത് താഴത്തേക്ക് ഇറക്കി എഴുതുക. ആ ഇങ്ങോട്ട് ഇറക്കി എഴുതിയിട്ട് ആ എഴുതിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു വട്ടപ്പൂച്ച ഇട്ട് വെക്കുന്നുണ്ടേ. ഇത് എന്തക്ഷരാണിത്? എന്തക്ഷരാണ്? അം. ഇത് എഴുതണോ? ഫുൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ആയുടെ കൂട്ടത്തിൽ ഒരു വട്ടപ്പൂച്ച ഇട്ട് കഴിഞ്ഞാൽ അമ്മ ആവുന്നുണ്ട്. മനസ്സിലായില്ലേ? അടുത്ത അക്ഷരം പഠിക്കാം നമുക്ക്. അം കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ അക്ഷരമാണ് കേട്ടോ ആ. ഈ ആയുടെ കൂട്ടത്തിൽ 2 വട്ടപ്പൂച്ച ഇടണം. ഓക്കെ? അതെന്തക്ഷരാണ്? അം. എഴുതാം നമുക്കിവിടെ. നോക്കിയിരുന്നോ? ലാസ്റ്റത്തെയാണ് കേട്ടോ. സ്വരാക്ഷരങ്ങളിൽ അവസാനത്തെയാണ് നമ്മൾ പഠിക്കുന്നത്. ആ എഴുതിയ ശേഷം എന്താ ചെയ്യാ? ആ എഴുതിയിട്ട് 2 കുത്തിടുന്നുണ്ട്. ഇതെന്തക്ഷരാണ്? അം. അപ്പം നമ്മൾ ഏകദേശം സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെയാണ് നമ്മളിത് ഫുള്ള് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ ആദ്യം തൊട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഫുള്ള് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. കൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ.